ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധക്കാർ നീലിമലയിൽ 3 മണിക്കൂറിലധികം തടഞ്ഞുവെച്ചു. ഇതിനെ തുടർന്ന് പോലീസ് ഇവരുമായി മലയിറങ്ങി. യുവതികളെ തടഞ്ഞ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി രേഷ്മ നിശാന്ത്, ഷാനില എന്നിവരാണ് അയ്യപ്പ ദർശനത്തിന് എത്തിയത്. വിശദാംശങ്ങളുമായി പമ്പയിൽ നിന്നും അഭിറാം ചേരുകയാണ്. അഭിറാം, തങ്ങളുടെ നിലപാട്, യുവതികൾ സ്വീകരിച്ച നിലപാട് അയ്യപ്പ ദർശനം നടത്തിയ ശേഷം മാത്രം മടങ്ങുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ഈ 3 മണിക്കൂറിന് ശേഷം ഇത്തരത്തിൽ ഇവരെയും കൂട്ടി മലയിറങ്ങേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് പ്രതിഷേധം അത്രത്തോളം വേറൊരു ഭാവത്തിലേക്ക് മാറിയതുകൊണ്ടാണോ? വിശദാംശങ്ങൾ. ക്രിസ്റ്റി, ഇന്ന് രാവിലെയോടെയാണ് 2 സ്ത്രീകളടങ്ങിയ സംഘം ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തിയത്. എന്നാൽ പമ്പയിൽ ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് പമ്പ കടന്ന് നീലിമലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവരെ തടഞ്ഞത്. തുടർന്ന് ഇവർക്ക് പ്രതിഷേധം കാരണം ഇവർക്ക് അവിടെ ദർശനം പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയായിരുന്നു. ഈ സംഘം പുലർച്ചയോടെ ഇവിടെ എത്തുകയും തുടർന്ന് വ്രതം എടുത്തെത്തിയ ഈ സംഘം ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോവുകയുമായിരുന്നു. പക്ഷേ നീലിമലയിൽ എത്തിയപ്പോൾ തന്നെ പ്രതിഷേധക്കാർ എത്തുകയും തുടർന്ന് ഇവരെ തടയുകയും ചെയ്തു. ഇതിലേറ്റവും പ്രത്യേകമായ കാര്യം, പ്രതിഷേധക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഇതര സംസ്ഥാനത്ത് നടക്കം എത്തുന്ന ഭക്തരെ, തീർത്ഥാടകരെ എല്ലാം തന്നെ ഇവർ ഒരു പ്രതിഷേധത്തിലേക്ക് ആനയിക്കുകയായിരുന്നു. കാര്യമറിയാതെ എത്തിയ ഇതര സംസ്ഥാനക്കാരെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു പ്രതിഷേധക്കാരുടെ സ്ഥിരമായ എണ്ണം ഒരു 30-ൽ താഴെയായിരുന്നു. പക്ഷേ ഈ തീർത്ഥാടനത്തിന് പോകുന്നു, അതുപോലെ തന്നെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുമായ ഭക്തർ ഈ ഒരു കൂട്ടായ്മയിൽ കൂടുകയും തുടർന്ന് ഒരു വലിയ സംഘമായി ഇത് രൂപം പ്രാപിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ ഇതര സംസ്ഥാനത്ത് നടക്കാനുള്ള ഭക്തർ കാര്യം മനസ്സിലാക്കിയതോടെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വലിയ ഒരു തിരക്ക് 2 ദിവസമായി ഇപ്പോഴും നട അടയ്ക്കാൻ ഏകദേശം ദിവസം മാത്രം മാറ്റി നിൽക്കുകയും ഇപ്പോഴും ശബരിമലയിലേക്കുണ്ട്. ഈ ഒരു തിരക്കിന്റെ ഭാഗമായി എത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അതായത് യഥാർത്ഥ തീർത്ഥാടകരായി വന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രതിഷേധം കാരണം സന്നിധാനത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വലിയ ഈ ഒരു ഉപരോധം റോഡ് മുഴുവൻ, അതായത് ഈ പാത മുഴുവൻ അയ്യപ്പ ദർശനത്തിനെത്തിയ യുവതികളുമായി പോലീസ് മലയിറങ്ങി. പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചതോടെയാണ് പോലീസ് ഇത്തരത്തിൽ യുവതികളുമായി മലയിറങ്ങുന്ന ഒരു സാഹചര്യം സംജാതമായത്. 3 മണിക്കൂറിലധികം നേരം യുവതികളെ പോലീസ് വലയത്തിൽ വെച്ചുവെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിലാണ് അനുനയ ചർച്ചയിലൂടെ പോലീസ് ഇവരുമായി മലയിറങ്ങിയത്. ഇതിനെ തുടർന്ന് പോലീസ് ഇപ്പോഴും സജീവമായ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് പമ്പയും സന്നിധാനവും ഉള്ളത്. എന്നാൽ പ്രതിഷേധക്കാർ, ഇതര സംസ്ഥാനക്കാരടക്കം ഉൾപ്പെടുന്ന പ്രതിഷേധക്കാർ ഇപ്പോഴും സന്നിധാനത്തും പമ്പയിലും അടക്കം തുടരുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് അയ്യപ്പ ദർശനത്തിനായി എത്തിയത് 2 യുവതികളായിരുന്നു. അബ്രാമിലേക്ക് വീണ്ടും ചേരുകയാണ്. അബ്രാം, ഇതര സംസ്ഥാനക്കാരടക്കം ഒരു പ്രതിഷേധവുമായി തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴും അത്തരത്തിൽ പ്രതിഷേധക്കാർ, കർമ്മസമിതിയിലെ സംഘങ്ങൾ അടക്കം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണോ, അതോ യുവതികൾ ഇത്തരത്തിൽ മലയിറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത പരക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധക്കാർ പൂർണ്ണമായും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിലവിൽ കൈവന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ എത്തരത്തിലാണ്? ക്രിസ്ത്യൻ ഇതര സംസ്ഥാനക്കാരും തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായതായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ഇതൊരു എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അതായത് ഒരു നാമജപം എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധമായതിനാൽ തന്നെ അതൊരു ഭക്തിയുടെ രീതിയിലുള്ള പ്രതിഷേധമാണ് എന്ന് കരുതിയാണ് അവിടേക്ക് ഈ ഒരു സംഘം, ഈ ഇതര സംസ്ഥാനങ്ങൾ അടക്കമുള്ളവർ കൂടിയത്. പക്ഷേ അത് പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നു. ഇത്തരത്തിൽ കൂട്ടമായി എത്തുന്ന സംഘങ്ങൾ പലപ്പോഴായി സംഘടിച്ചതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു വലിയ കൂട്ടം രൂപപ്പെട്ടത്. സ്ഥിരമായി തന്നെ ഈ സംഘം അവിടെ നിന്നതേയില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ അവിടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായതാണ് ഏറ്റവും പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. അതായത് തീർത്ഥാടകർക്ക് അവിടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. പ്രതിഷേധക്കാർ പൂർണ്ണമായി തന്നെ അവിടെ ആ പ്രദേശം നിലയുറപ്പിക്കുന്നു. വഴി പൂർണ്ണമായി തന്നെ അടയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ഈ ഒരു അവസ്ഥയിൽ പോലീസ് ഒരു നടപടിയിലേക്ക് പോകാൻ തയ്യാറായില്ല. കാരണം നമുക്കറിയാം, ഇത്രയും അധികം തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് പോലീസിന് കൃത്യമായി അറിയാം. കഴിഞ്ഞ പല സമയങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരമൊരു സംഘടിച്ച് നിന്നപ്പോൾ തന്നെ പോലീസ് ആദ്യം ചെയ്തത് ഈ ഒരു പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ തയ്യാറായി. പക്ഷേ ഇവർ അവിടെ എത്തിയ തീർത്ഥാടകർ ആർക്കും തന്നെ പ്രവേശനമില്ലാത്ത രീതിയിൽ വഴിയടച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ഒരു രീതിയിൽ പോലീസ് ഇവരോട് സംസാരിച്ചത്. സ്ത്രീകളടക്കമുള്ളവരോട് സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ സമ്മതത്തോടെ തന്നെ ഇവർ തിരികെ പോവുകയായിരുന്നു. കാരണം ഇത്രയും വലിയ ഒരു മറ്റ് തീർത്ഥാടകരടക്കം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് തൊഴുവാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ദർശനം നടത്തേണ്ട രീതിയിലേക്ക് യുവതികളുടെ നിലപാട് എത്തുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് ഈ സ്ത്രീകൾ
അവിടെ നിന്ന് ഈ സ്വയം തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഈ സ്ത്രീകൾ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് രൂക്ഷമായ കല്ലേറടക്കമുള്ളവ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ അടക്കം കല്ലേറും അതുപോലെ തന്നെ തേങ്ങ അടക്കമുള്ളവ കൊണ്ട് എറിയുകയും ചെയ്തു. നമ്മുടെ ടീമിനടക്കമുള്ളവർക്ക് നേരെ ഇത്തരം ഒരു അക്രമം ഉണ്ടായി. അതുപോലെ തന്നെ ഈ കൂടി നിന്ന ആൾക്കാരെല്ലാം തന്നെ വാഹനത്തിന് പിന്നാലെ ബഹളം വെച്ച് ഓടുകയും പോലീസിന് നേരെ കല്ലേറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇവരെ ആദ്യം ഈ സ്ത്രീകളെ ഇവിടെ നിന്ന് പമ്പയിലേക്ക് മാറ്റി, തുടർന്ന് പമ്പയിൽ സ്റ്റേഷനിൽ നിന്നും നിലയ്ക്കലേക്കാണ് മാറ്റിയത്. ഇവർ ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മടങ്ങാനാണ് തയ്യാറായത്. കാരണം അവിടുത്തെ ഒരു അവസ്ഥ അത്തരത്തിൽ രൂക്ഷമായിരുന്നു. ഈ പൂർണ്ണമായി തന്നെ ആർക്കും ഒരു തീർത്ഥാടകർക്ക് പോലും ശബരിമലയിലേക്ക് കയറാൻ കഴിയാത്ത വിധത്തിലും അവിടെ തിരിച്ച് ദർശനം കഴിഞ്ഞ് വരുന്നവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലുമുള്ള ഒരു ഉപരോധമാണ് തീർക്കപ്പെട്ടത്. ആ ഉപരോധത്തിൽ പൂർണ്ണമായി തന്നെ ഭക്തജനങ്ങൾ വലങ്ങി വന്നത് യാഥാർത്ഥ്യമാണ്. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് അത്തരമൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചതും. ഈ ഒരു അവസ്ഥയിൽ പൂർണ്ണമായി തന്നെ ഈ അവിടേക്ക് ഇവരെ കയറ്റിവിടുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ട് എന്നത് പോലീസ് ഇവരോട് പറയുകയും ചെയ്തു. പല സമയങ്ങളിലായി ഇത്തരം ഒരു വലിയ ആക്രമണങ്ങൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തടഞ്ഞപ്പോൾ ഈ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിയായിരുന്നെങ്കിൽ പിന്നീട് അത് കല്ലേറടക്കമുള്ളവരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. മാധ്യമപ്രവർത്തകരടക്കം വലിയൊരു അസഭ്യ വർഷമാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. നമ്മുടെ യൂണിറ്റ് നേരെ അടക്കമുള്ളവർക്ക് നേരെ അസഭ്യ വർഷവും കല്ലേറടക്കമുള്ളവ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഈ പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ടത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പൂർണ്ണമായി തന്നെ ഭക്തർ ഇവിടെ തീർത്ഥാടകർ ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയാതെ വലിയൊരു ജനക്കൂട്ടം ആ പ്രദേശത്ത് രൂപം കൊള്ളുകയും ചെയ്തു. കഴിഞ്ഞ സമയങ്ങളിൽ നമുക്കറിയാം പലപ്പോഴായി ഇത്തരമൊരു നീക്കം സംഘപരിവാർ അടക്കമുള്ളവർ നടത്തിയത്. ഈ വലിയൊരു കൂട്ടങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രതിഷേധം നടത്തിയാണ്. ഇത്തവണ ആളെ കിട്ടാത്തൊരവസ്ഥ വരുന്നു. പ്രതിഷേധക്കാരുടെ എണ്ണം നന്നേ കുറയുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പൂർണ്ണമായും വഴി തടഞ്ഞുകൊണ്ട് ഇരുവശത്തേക്കും ഒരു ആൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്തായിരുന്നു ഇത്തവണത്തെ സംഘപരിവാറിന്റെ രീതി. അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തവണ അവർ പ്രതിഷേധം സംഘടിപ്പിച്ചതും. പൂർണ്ണമായി തന്നെ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരെ തടഞ്ഞു വെക്കുക, തുടർന്നൊരു വലിയ ജനക്കൂട്ടം ഉണ്ടാക്കുക, തുടർന്ന് പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക എന്നൊരു തന്ത്രമാണ് ഇത്തവണ ഇവിടെ പയറ്റിയത്. നമുക്കറിയാം കഴിഞ്ഞ പലതവണയും സംഘർഷം ഉണ്ടായപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ മനിതി സംഘം എത്തിയപ്പോൾ പോലും വലിയൊരു സംഘർഷത്തിലേക്കാണ് ഇവിടെ സംഘപരിവാർ കോപ്പോട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ നേരെ വ്യത്യസ്തമായിരുന്നു. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിന് എത്തിയത്. ഈ സംഘമാണ് പിന്നീട് ഇതര സംസ്ഥാനക്കാരടക്കം തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക, തുടർന്ന് ഇതൊരു പ്രാർത്ഥനയാണെന്ന രീതിയിലേക്ക് ഇതര സംസ്ഥാനക്കാർക്കടക്കം ഒരു തെറ്റിദ്ധാരണ പരത്തി അവരെയെല്ലാം അവിടെ കൂട്ടുനിർത്തുക എന്ന രീതി ആദ്യം പരീക്ഷിച്ചു. പിന്നീട് ഇതര സംസ്ഥാനക്കാരെല്ലാം തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ കാര്യം പൂർണ്ണമായി തന്നെ അവിടെയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് ആ ഒരു സംഘത്തെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അത്തരത്തിൽ പൂർണ്ണമായി തന്നെ ആ പ്രദേശത്ത് പൂർണ്ണമായി തന്നെ ആൾക്കാരെ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ ഒരു തടഞ്ഞു വെക്കൽ വലിയൊരു ജനക്കൂട്ടം രൂപപ്പെടുകയും ചെയ്തു. ആ ജനക്കൂട്ടത്തെ ആണ് ഇവർ പ്രതിഷേധം എന്ന രീതിയിലേക്ക് പിന്നീട് മാറ്റിക്കൊണ്ടുപോയത്. അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധ കൂട്ടായ്മകളില്ലാതെ എന്നാൽ പൂർണ്ണമായി തന്നെ തീർത്ഥാടകരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത്. അത്തരത്തിൽ പൂർണ്ണമായി തന്നെ തീർത്ഥാടകർക്ക് തിരിച്ച് വരാനോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനോ കഴിയാത്തൊരു അവസ്ഥ സംജാതമാവുകയായിരുന്നു. നമുക്കറിയാം ഈ നട അടയ്ക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസങ്ങളിൽ തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മലയാളികളടക്കമുള്ള ഒരു വലിയ തീർത്ഥാടന സംഘങ്ങൾ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സംഘങ്ങളെല്ലാം തന്നെ ഇന്നലെ പോയവർക്ക് ഇന്ന് തൊഴിലേശം തിരിച്ചിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായി. പലരും നീലിമലടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇന്ന് രാവിലെയോട് കൂടി മല കയറാനെത്തിയ നിരവധി സംഘങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ നീലിമലയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായത്. ഈ തീർത്ഥാടകരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് ഈ പ്രതിഷേധം കൊണ്ടുപോയത്. എന്തായാലും യുവതികൾ നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഒരു പ്രതിഷേധവും ഇവിടെ ഇല്ല. ഇപ്പോൾ എല്ലാം സുഗമമാണ്. പോലീസ് കൃത്യമായി തന്നെ ഇടപെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ആർക്കും ബുദ്ധിമുട്ടാതെ ഇത് കാര്യങ്ങൾ പരിഹരിക്കണം എന്നൊരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും. അത്തരത്തിൽ വലിയ ഒരു ഇടപെടൽ തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. ഒരു തരത്തിലും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം തന്നെയാണ് തുടക്കം മുതലേ പോലീസ് കൈക്കൊണ്ടതും. അതിന്റെ ഭാഗമായി തന്നെയാണ് ആരെയും അവിടേക്ക് ഈ ഒരു പ്രതിഷേധക്കാരെല്ലാം തന്നെ അവിടെ ആ നീലിമലയിൽ തന്നെ സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വലിയ അഭ്യൂഹം ഇവിടെ പരക്കുന്നുണ്ട്. സംഘടന ബന്ധപ്പെട്ട സംഘങ്ങളെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിൽ യുവതി വരും എന്നൊരു തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാക്കി ആളെ കൂട്ടുന്ന ഒരു പരിപാടി കഴിഞ്ഞ ഏതാനും ദിവസമായി നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സംഘങ്ങൾ സംഘടിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ രാവിലെയോടെ തന്നെ ഇത്തരം സംഘങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ചിതറിപ്പോയി. ഏതാനും ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു തന്ത്രമാണ് ഈ ഒരു
കാര്യത്തിൽ ഇവിടെ സംഘപരിവാർ പരീക്ഷിച്ചത് അതായത് പ്രതിഷേധത്തിന് നിന്നുള്ള വിശദാംശങ്ങളാണ് അഭിറാം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളുമായി മലയിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾക്ക് ലേശം അയവ് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി റിനു ചേരുകയാണ്. റിനു, ഇപ്പോൾ സന്നിധാനത്ത് ഏത് തരത്തിലാണ് യുവതികൾ മലയിറങ്ങുന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിച്ച സാഹചര്യത്തിൽ ഇപ്പോഴും കർമ്മസമിതി പ്രവർത്തകരടക്കം അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണോ, അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകരെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴും സന്നിധാനത്തുള്ളത്? വിശദാംശങ്ങൾ അത്തരത്തിലാണോ? ക്രിസ്റ്റി, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട യുവതികൾ സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനത്തിന് കടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്നിധാനത്ത് ഇതുവരെയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പോലീസിന് പ്രത്യേക സുരക്ഷ ഒരുക്കേണ്ടതായിട്ടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ സന്നിധാനത്തേക്ക് എത്തുന്ന നടപ്പന്തലിന് തൊട്ട് മുന്നിലായിട്ട് കുറച്ച് സംഘപരിവാർ സംഘടനാ പ്രതിനിധികൾ അയ്യപ്പ ഭക്തർ എന്ന വ്യാജേന സംഘടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്നാൽ ഇപ്പോൾ അവരെല്ലാം തന്നെ പിരിഞ്ഞുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, പുലർച്ചെ 4 മണിയോടുകൂടിയാണ് യുവതികൾ ഇത്തരത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് പമ്പയിൽ നിന്ന് കടന്നു വന്നത്. ആ സമയത്താണ് നീലിമലയ്ക്ക് പകുതി വെച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമ രീതി അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പ്രതിഷേധം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിവരം എന്നുള്ളത്. നമുക്കറിയാം, കല്ലുൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്ന, അവരെ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടിപ്പുറത്താണ് കരുക്ക് വെട്ടിക്കൊടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് കരുക്കുകളുടെ പകുതി പീസ് ഉൾപ്പെടെ എടുത്ത് ഇവരെ പുറത്തേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കരുക്ക് കഷ്ണങ്ങളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞു. അത്തരത്തിൽ ഒരു അക്രമ സംഭവം അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ സന്നിധാനത്ത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിഷയവുമില്ല. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ യുവതികൾ സന്നിധാനത്തേക്ക് പ്രവേശിക്കും എന്നുള്ള ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 3 മണിവരെയോളം സന്നിധാനത്തും അത് പമ്പയിലും ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ യുവതികൾ പമ്പയിൽ തന്നെ പ്രവേശിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ യാതൊരുവിധ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ സമാധാനമായി മലകയറുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ നീലിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കുറച്ച് അയ്യപ്പ ഭക്തർ, ആദ്യഘട്ടം 3 അയ്യപ്പ ഭക്തരും തുടർന്ന് മറ്റ് അന്യസംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വലിയൊരു ക്രൗഡ് അവിടെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. മണ്ഡല മകരവിളക്ക് ഉത്സവം പുരോഗമിച്ചെങ്കിലും പൂർത്തിയായെങ്കിലും മാസപൂജയ്ക്ക് തുറന്നപ്പോഴും നമുക്ക് പിന്നിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നീലിമലയിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടായപ്പോൾ അയ്യപ്പ ഭക്തർക്ക് അത് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാസപൂജയ്ക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു തിരക്ക് ഉണ്ടാകാത്തതാണ്. പക്ഷേ മണ്ഡലകാലത്തോടനുബന്ധിച്ച്, മകരവിളക്കോടനുബന്ധിച്ച് ഇത്തരത്തിൽ മാസപൂജ കൂടി തുടർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സന്നിധാനത്ത് പമ്പയിൽ ഉണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ ബാക്കിപത്രം എന്നോണം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. സന്നിധാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ യുവതികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പോലീസും ഒക്കെ തന്നെ നൽകുന്ന വിവരം. പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ അത് വ്യാജപ്രചരണമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും സന്നിധാനം സമാധാനമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സന്നിധാനത്ത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പുലർച്ചെ മുതൽ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരും സന്നിധാനത്തും തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വ്യക്തികൾ, ചില അയ്യപ്പ ഭക്തർ എന്ന വ്യാജേന പമ്പ സന്നിധാന ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടപ്പന്തലിന്റെ ഭാഗത്തായിട്ട് തമ്പടിച്ചിരുന്നു. ഇത്തരത്തിൽ യുവതികൾ അവിടെ നിന്ന് കടന്നു വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ യുവതികൾ ഇവിടെ നിന്ന് തിരികെ മടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ അവരെല്ലാം തന്നെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ച് സന്നിധാനവും പരിസര പ്രദേശത്തും സുരക്ഷ, പ്രത്യേക രീതിയിലുള്ള സുരക്ഷയല്ല, സാധാരണ രീതിയിലുള്ള ഒരു സുരക്ഷ ക്രമീകരിച്ചിരുന്നു. വേണ്ടി വന്നാൽ കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുമെന്നുള്ളതും പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒന്നും എത്തിപ്പെടാതെ തന്നെ ഇവർ തിരികെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാക്കിക്കൊണ്ട് തന്നെ അവരെ തിരിച്ച് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ തിരികെ നിലയ്ക്കലിലെത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം
സാഹചര്യത്തിൽ അവരെ തിരിച്ചയക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി യുവതികളാണ് സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരും എത്തിയത്. കണ്ണൂർ സ്വദേശികളായ ദീപ നിശാന്തും അതുപോലെ തന്നെ ഷാനില സജീഷും എത്തിയത്. അവർ പറഞ്ഞത് ഞങ്ങൾ 4 മാസത്തോളം വ്രതം അനുഷ്ഠിച്ച് അയ്യപ്പ ഭക്തരായി ജീവിക്കുന്നവരാണ്. ഒരു അയ്യപ്പ ഭക്തൻ വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ഏത് രീതിയിലായിരിക്കും ജീവിതം എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു. മാലയിട്ട് വ്രതമെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ ദർശിച്ച് മാല ഊരേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അയ്യപ്പനെ ദർശിച്ചേ പോകൂ എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു വിവരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പോലീസ് കൃത്യമായി സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവർ സ്വമേധയാ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിൽ പോലും അവർ തിരികെ വരും, ദർശനം നടത്തിയേ പോകൂ എന്നുള്ള ഒരു മറുപടിയായിരുന്നു, ഒരു പ്രതികരണമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ യുവതികൾ പ്രവേശിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം തന്നെയാണ് പമ്പയിലും സന്നിധാനത്തും ഇപ്പോൾ നിലവിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പമ്പയിലെ പ്രതിഷേധം യാതൊരു തരത്തിലും സന്നിധാനത്ത് പ്രതിഫലിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ റീനു റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പമ്പയിൽ നിന്നും അഭിറാം ചേരുകയാണ്. അഭിറാം, ഈ സ്ത്രീകൾക്കൊപ്പം യുവതികൾക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ, അതോ അവരും മടങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണോ സൃഷ്ടിക്കപ്പെട്ടത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ ഈ സംഘത്തിനോടൊപ്പം പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെയും വലിയ രീതിയിലുള്ള ഒരു അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവുമാണ് ഉണ്ടായത്. ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരും ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് മടങ്ങുന്നൊരവസ്ഥയുണ്ടായി. ഈ യുവതികളെ കയറ്റിയ വാഹനത്തിന് പിന്നാലെ ഇവരും അവിടെ നിന്ന് മടങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പിന്നീട് തിരിച്ചെത്തി ദർശനം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആദ്യം ഇവർക്ക് നേരെ അടക്കം വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇവർ ആദ്യം മല കയറാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇവർ മാറി നിൽക്കുകയായിരുന്നു. ഈ ഒരു യുവതികളെ ഇവിടെ നിന്ന് പോലീസ് മാറ്റിയപ്പോൾ മാത്രമാണ് ഈ ഒരു പ്രതിഷേധം തണുത്തതും ഇവർക്ക് നേരെയുള്ള ആക്രോശങ്ങളും അക്രമങ്ങളും എല്ലാം തന്നെ നിലച്ചതും. എന്തായാലും ഈ ഒരു സംഘം, ഈ ഒരു പുരുഷ സംഘവും നിലവിൽ മല കയറാൻ സാധ്യതയുണ്ട്. ഇവർ ആ സമയത്ത് അവിടെ നിന്ന് മാറിയെങ്കിലും പിന്നീട് ഇവർ മല കയറാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രതിഷേധങ്ങളും തന്നെയില്ല. ഈ യുവതികൾ നിലവിൽ പമ്പയിലാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് പമ്പ സ്റ്റേഷനിലേക്ക്, അവിടെ നിലയ്ക്കിലേക്കും ഇവരെ മാറ്റുകയായിരുന്നു. ഇവർ ഇപ്പോൾ സ്വയം ഇഷ്ടപ്രകാരം തന്നെ മടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇവർ ഇനിയും ദർശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നിലവിൽ അത്തരമൊരു ആവശ്യം അവർ പോലീസിനോട് ഉന്നയിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ മറ്റ് എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ നിലവിൽ ഇവിടെ ശാന്തമാണ്. എല്ലാ പ്രതിഷേധങ്ങളും ഇപ്പോൾ പോലീസ് അവരെ മാറ്റിയിരിക്കുന്നു. 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ എരുമേലിയിലേക്ക് ഇപ്പോൾ എരുമേലി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് അത്തരത്തിൽ പ്രതിഷേധങ്ങളും തന്നെ നിലവിലില്ല. മാധ്യമങ്ങൾക്കടക്കം വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ തന്നെ കല്ലേറടക്കമുള്ളവ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ നിലവിൽ ഇവിടെ പ്രതിഷേധങ്ങളും തന്നെ ഇല്ല. എല്ലാ തരത്തിലും ശാന്തമാണ്. ദർശനം സുഗമമായി നടക്കുന്നുണ്ട്. നട അടയ്ക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തിരക്കാണ് ഇപ്പോഴും ശബരിമല അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരം തീർത്ഥാടകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മകരവിളക്ക് കഴിയുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുക ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതായത് മലയാളികളടക്കമുള്ള ഒരു വലിയ സംഘങ്ങൾ ഇപ്പോൾ നിലവിൽ 2 ദിവസമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ തൊഴുക്കുന്നുണ്ട്. പക്ഷേ രാവിലെ ഏറെ നേരം ദർശനം അല്ലെങ്കിൽ തീർത്ഥാടനം വളരെ തടസ്സപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ ഏറെ നേരം ഈ തീർത്ഥാടകർക്ക് പ്രതിഷേധത്തിൽ പെട്ടുകിടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ കാര്യങ്ങൾ എല്ലാം തന്നെ ശാന്തമാണ്. എല്ലാവർക്കും സുഗമമായി ദർശനത്തിനുള്ള എല്ലാ സുരക്ഷയും സൗകര്യങ്ങളും ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. രാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന് ശബരിമല ദർശനത്തിന് ശ്രമിച്ച യുവതികളെ എരുമേലിയിലേക്ക് മാറ്റിയിരിക്കുന്നെന്ന് പറയുമ്പോഴും ഇന്ന് 2 യുവതികൾ വന്ന് മടങ്ങിയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ യുവതികൾ വന്നേക്കാമെന്ന കണക്കുകൂട്ടലിൽ പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്, അതോ പൂർണ്ണമായും അവരെല്ലാം പ്രതിഷേധത്തിൽ നിർത്തിവെച്ച് സ്ഥലത്ത് നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ക്രിസ്ത്യൻ, ഈ യുവതികൾ പമ്പയിൽ നിലയ്ക്കലേക്കാണ് മാറ്റിയത്. അറസ്റ്റ് ചെയ്ത 5 പേരെയാണ് എരുമേലിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷേ പല ദിവസങ്ങളായി ഇവിടെ ഇത്തരം അഭ്യൂഹങ്ങളുണ്ട്. ഏത് നിമിഷവും ഇവിടെ യുവതികൾ എത്താവുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സംഘപരിവാർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പ്രശ്നം ലൈവാക്കി നിർത്തുക അല്ലെങ്കിൽ ആക്റ്റീവാക്കി നിർത്തുന്ന ഒരു ഉദ്ദേശം അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി പലപ്പോഴായി തന്നെ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താറുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെയും എല്ലാം തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത് എല്ലായ്പ്പോഴും അത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നില്ല. അത്തരത്തിലുള്ള വലിയ ആൾക്കൂട്ടങ്ങളും ഇപ്പോൾ ഇല്ല. നമുക്കറിയാം കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ വലിയ ജനക്കൂട്ടങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ നേരത്തെ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ
പ്രതിഷേധങ്ങൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ വലിയൊരു ജനക്കൂട്ടം ശബരിമലയ്ക്ക് പുറമെ ഇവിടേക്ക് എത്തുകയും ഇവിടെ തമ്പടിക്കുകയും തുടർന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തു പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ ഈ പരിസരത്ത് ഉപജീവനം നടത്തുന്ന, അതായത് കടകളും മറ്റുമായി നടത്തുന്ന ആൾക്കാർ പെട്ടെന്ന് സംഘടിക്കുന്നു. തുടർന്ന് അവർ ഈ ഭക്തരെ, അതായത് തീർത്ഥാടനത്തിലെത്തുന്ന തീർത്ഥാടകരെ ഇതിലേക്ക് വലിച്ചിടുന്നു. അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ അപ്പുറത്തേക്ക് ഒരു ഭക്തിയുടെ രൂപത്തിലേക്ക് ഇവരെ ഇതിനകത്ത് കൊണ്ടുവരുന്നു. തുടർന്ന് ഇവിടെ പൂർണ്ണമായി തന്നെ പാത സ്തംഭിപ്പിച്ച് വലിയൊരു ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നു. അത്തരത്തിൽ ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ സംഘപരിവാരം നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ അവർ ശ്രമിച്ച് നടപ്പിലാക്കി വിജയിച്ച തന്ത്രങ്ങൾ ഇപ്പോൾ നടക്കാതെ വരുന്നു. ശബരിമല കൂടുതൽ സുരക്ഷയിലേക്ക് എത്തുന്നു, കാര്യങ്ങൾ കൂടുതൽ സുഗമമാവുന്നു. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ആൾബലം അവർക്കിവിടെ ഇപ്പോൾ നിലവിലില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു തരത്തിലും അത്തരത്തിലൊരു വലിയ ആൾക്കൂട്ടത്തിൽ ഒരു പെട്ടെന്ന് സംഘടിപ്പിക്കുക ഈ ഒരു അവസരത്തിൽ ഇവർക്ക് സാധ്യമല്ല. അത്തരത്തിൽ പൂർണ്ണമായി തന്നെ പോലീസിന്റെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ് ശബരിമല. ഒരു ഭക്തനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ഒരു ഉദ്ദേശം പോലീസിനുണ്ട്. അത് കണക്കിലെടുത്ത് തന്നെ കൃത്യമായ സുരക്ഷ പോലീസ് ഇവിടെ എല്ലാം തന്നെ ഒരുക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചെയോടെ ഇവിടെ എത്തിയ ഈ ഒരു സംഘത്തെ ഈ തടഞ്ഞു വെക്കുകയും തുടർന്നൊരു അത്തരത്തിലൊരു ആൾക്കൂട്ടം സൃഷ്ടിച്ച് അവരെ മടക്കി അയക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് ഇവിടെ രാവിലെ ഉണ്ടായത്. തുടർന്ന് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മറ്റ് തീർത്ഥാടകർ കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശ്രീലങ്ക സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോയതും. ആദ്യം ഇവർ ഇവിടെ നിന്ന് പോകാൻ അല്ലെങ്കിൽ ഇവിടെ മടങ്ങിപ്പോകാൻ തയ്യാറായിരുന്നില്ല. തങ്ങൾ വ്രതമെടുത്ത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും അനുഷ്ഠിച്ചാണ് ഇവിടേക്ക് എത്തുന്നതെന്നും തങ്ങൾക്ക് ഈ ഒരു മല ചവിട്ടാനുള്ള ആഗ്രഹമുണ്ടെന്നും ഇവർ ആദ്യം പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മറ്റ് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പൂർണ്ണമായി തന്നെ ഈ ശബരിമലയിലേക്ക് ആർക്കും കടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പലപ്പോഴും പ്രതിഷേധക്കാരോട് വഴിമാറി തരണമെന്ന് തീർത്ഥാടകർ അടക്കം പറയേണ്ട ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീടാണ് കാര്യങ്ങൾ മാറിപ്പോയതും. ഈ ഒരു അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവർ സ്വയം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇത്തരം ഒരു വലിയ അവസ്ഥയിലേക്ക്, പ്രതിഷേധത്തിലേക്ക്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും തുടർന്ന് പോലീസ് തന്നെ അവരുടെ സുരക്ഷിതമായി പമ്പയിലേക്കും തുടർന്ന് നിലയ്ക്കലേക്കും മാറ്റുകയായിരുന്നു. അവരെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് നേരെയും വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. അവർക്ക് നേരെ കല്ലേറും മറ്റും ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള അസഭ്യ വർഷങ്ങളും ഉണ്ടായിരുന്നു. അവർക്കും ആ സമയത്ത് മല കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ത്രീകൾ അവിടെ നിന്ന് മാറ്റിയ ശേഷം മാത്രമാണ് ഇവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ടായതും. ഈ അക്രമങ്ങൾ എല്ലാം തന്നെ ആസൂത്രണം ചെയ്തതാണ്. കാരണം ഈ ഒരു അതേസമയം വ്രതം നോട്ട് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനെത്തിയ യുവതികളെ ഇത്തരത്തിൽ തടഞ്ഞത് അനീതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ പാടില്ല. അവിടെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ തടയുന്നത് അന്യായമാണ്, അനീതിയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് അവിടെ വളരെ വളരെ ആത്മസംയമനം പാലിക്കുകയും ശബരിമല സന്നിധാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരു കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള അക്രമി സംഘങ്ങൾക്ക് പേക്കൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടി എത്തുന്നതായിട്ടുള്ള ആളുകളാണ് തിരുത്തേണ്ടത്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് 7-8 പേരടങ്ങുന്ന സംഘമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ അക്രമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. നീലിമലയിൽ നടന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. അതേസമയം സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റീനു ചേരുകയാണ്. റീനു, ഇപ്പോൾ പമ്പയിൽ സ്ഥിതി ലക്ഷം അയവ് വന്നിരിക്കുന്നു എന്നാണ് അഭിറാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം സന്നിധാനത്ത് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനമുണ്ടോ, അതോ യുവതികൾ വന്നു മടങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ യുവതികൾ എത്തിയേക്കാമെന്ന കണക്കുകൂട്ടലിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മസമിതി പ്രവർത്തകരോ മറ്റംഗങ്ങളോ വലിയ നടപ്പന്തലിലടക്കം തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? എത്തരത്തിലാണ് സന്നിധാനത്തെ അവസ്ഥ ഇപ്പോഴുള്ളത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, മണ്ഡലകാലം അതായത് ചിത്തിരാട്ട വിശേഷ പൂജ നടന്ന സാഹചര്യം മുതൽ സമയം മുതൽ കൃത്യമായി തന്നെ അയ്യപ്പ കർമ്മ സമിതി എന്ന പേരിലും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെ വിവിധ സംഘപ്രവർത്തകരും ഒക്കെ തന്നെ സന്നിധാനത്തും പ്രദേശങ്ങളും ഒക്കെ തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. വിവിധ സ്റ്റാളുകളായും അതുപോലെ തന്നെ മറ്റ് ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരും ഒക്കെ തന്നെ കൃത്യമായ അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി തന്നെയാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഒപ്പം എല്ലാ ദിവസവും
രാത്രി ഇവരുടെ ഒരു പ്രതിഷേധം നാമജപം എന്ന രൂപത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവർ നിലവിൽ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് സാഹചര്യം വന്നാലും നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിൽ യുവതികൾ എത്തിയാൽ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ള ഒരു അജണ്ടയുമായി തന്നെയാണ് അവർ നിലയുറപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അന്ന് നടപ്പന്തലിൽ വെച്ച് ഒരു പ്രായമായ, അതായത് 50 വയസ്സിന് മുകളിൽ പൂർത്തിയായ ഒരു യുവതി എത്തിയപ്പോൾ പോലും തേങ്ങ ഉൾപ്പെടെ എറിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ നിലവിൽ തന്നെ ആൾക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിന് കൃത്യമായി അതിനനുസരിച്ചുള്ള വിവരവും ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായി സുരക്ഷയൊരുക്കി മുന്നോട്ട് പോകുന്നതും. അതുതന്നെയാണ് ഇന്ന് നമുക്ക് പമ്പയിലും കാണാൻ കഴിഞ്ഞത്. പമ്പയിൽ നമുക്കറിയാം, രാവിലെ അയ്യപ്പ ഭക്തരൊന്നും തന്നെ ഇവരെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമില്ല. തടഞ്ഞിരുന്നെങ്കിൽ പമ്പയിൽ ഇവർ നിലയ്ക്കലിൽ വന്ന് വാഹനത്തിൽ ഇറങ്ങി KSRTC ബസ്സിലാണ് പമ്പയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ബസ്സിൽ നിറയെ അയ്യപ്പ ഭക്തരാണുള്ളത്. അവിടെ നിന്ന് ഇവർ പമ്പ സ്നാനം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ പമ്പ ഗണപതി ക്ഷേത്രം കയറി തിരിച്ച് പോലീസിന്റെ മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ പ്രവേശിച്ചുകൊണ്ട് നീലിമല കയറി ഏകദേശം 1 കിലോമീറ്ററോളം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധം ഉണ്ടാകുക എന്നുള്ളത്. അതായത് പമ്പയിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇവർക്ക് പല സ്ഥലങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന പ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു വിവരം കൊടുക്കുക, അവർ അവിടേക്ക് എത്തുക. ആ സമയം വരെ ഒരു പ്രതിഷേധവുമില്ല. എല്ലാവരും ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുക. ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇന്ന് പമ്പയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതായത് ഇവർ ഈ രണ്ടുപേരും പകുതി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടെത്തുന്നത്. ആദ്യപടി തന്നെ പോലീസ് 5 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. തുടർന്ന് എന്നാൽ വലിയൊരു ക്രൗഡ് അവിടേക്ക് എത്തുകയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഒരു അക്രമമായി മാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിക്കൊണ്ട് കൃത്യമായി തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി താഴേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരെ താഴേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇവർക്ക് നേരെ കരുക്ക് കഷ്ണങ്ങൾ ഉൾപ്പെടെ എടുത്ത് എറിയുന്ന, പോലീസ് വാഹനത്തിൽ ഉൾപ്പെടെ എടുത്ത് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിച്ച് ഭക്തരായി എത്തിയവർക്ക് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു 4 മാസത്തോളം മാലയണിഞ്ഞ് ഭക്തരായി കൃത്യമായി. സമാധാനപരമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് എന്നാണ് റിനു റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ പോലീസ് സുരക്ഷയും സജ്ജമാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.